മേഘങ്ങൾ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ചാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഘനീഭവിച്ച ജലകണികകളുടെ വലിപ്പം ഏകദേശം 0.001 സെന്റിമീറ്ററിൽ താഴെയാണ്. അതിനാലാണ് അവ താഴേക്ക് പതിക്കാതെ അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കുന്നത്. രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ 4ആയി തരംതിരിക്കാം. 1. സിറസ്. തെളിഞ്ഞ ദിനാന്തരീക്ഷസ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ട് പോലെ കാണുന്നു. കൈച്ചൂലിൻ്റെ ആകൃതി. 2. സ്ട്രാറ്റസ്. താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി കാണുന്നു. ശൈത്യകാല മേഘങ്ങൾ. 3. കുമുലസ്. ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്ന തൂവൽക്കെട്ടുകൾ പോലുള്ള ഈ മേഘങ്ങൾ ലംബദിശയിൽ വ്യാപിച്ചിരിക്കുന്നു. ചെമ്മരിയാടിൻ്റെ രോമക്കെട്ട് പോലെ കാണുന്നു. പ്രശാന്തമായ കാലാവസ്ഥയെ സൂചിപ്പിക്കുന്നു. 4. നിംബസ്. താഴ്ന്ന വിതാനങ്ങളിൽ കാണുന്ന ഇരുണ്ട മഴമേഘങ്ങൾ. ജലകണികകൾ സാന്ദ്രമായതിനാൽ സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. മേഘങ്ങൾ സ്വതന്ത്രമായിട്ടല്ല പൊതുവെ കാണപ്പെടുന്നത്. വിവിധ തരം മേഘങ്ങൾ കൂടിച്ചേർന്നാണ് പലപ്പോഴും ദൃശ്യമാകുന്നത്. ഉദാഹരണത്തിന് കുമുലസ്, നിംബസ് എന്നീ മേഘങ്ങൾ കൂടിക്കലർന്ന് കാണുമ്പോൾ അതിനെ കുമുലോനിംബസ് മേഘങ്ങൾ എന്നാണ് വിളിക്കുന്നത്.